ഇത് കുടിച്ചാ നിന്റെ വയറ്റിലുള്ള നരമ്പ് നീ പോലും അറിയാണ്ട് പോവും, ചോരയായി പോവും. നന്നായി ഇളക്കട്ടെ. എന്റെ മകൾക്ക് ഒരു കുട്ടി ജനിച്ചിട്ട് മതിയടി നിനക്കൊരു കുട്ടി. എല്ലാം ആദ്യം എന്റെ മകളുടെ കുട്ടിക്ക് തന്നെ കിട്ടണം. എന്താ നിനക്കിപ്പോ ഒരു കുട്ടി ജനിച്ചാ നിനക്ക് അഹങ്കാരം കൂടും. വെന്ത് വെന്ത്. ഡി എന്നാ ഈ ജ്യൂസ് കുടിച്ചോ, സുമയാക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ, അപ്പൊ കുറച്ച് ബാക്കി വന്നു, നീ കുടിച്ചോ എന്നാ. വേഗം കുടിച്ചോ, ഇപ്പൊ നല്ല തണുപ്പുണ്ട്. തണുപ്പ് പോയാലേ ഈ ജ്യൂസ് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. വേഗം കുടിച്ചോ. ഉമ്മ ഉമ്മ. ഓ ഇല്ലമ്മ. ഉമ്മ 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 അടുക്കളയിലും ഇല്ലേ? ജ്യൂസാ? ചിലപ്പോ ഉമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചായിരിക്കും. ചോറ് എന്താ അളിഞ്ഞുണ്ടാവും. എന്തോ ജ്യൂസ് ആരാ കുടിച്ച്? ചിലപ്പോ സുമയ എടുത്ത് കുടിച്ചിണ്ടാവും. കുഴപ്പമില്ല. ഓ അവള് മുഴുവനും കുടിച്ചു. ഇനിയൊരു 10-15 മിനിറ്റ്, അത് കഴിഞ്ഞ തുടങ്ങിക്കോളും. അയ്യോ ആവോ വേദനിക്കണേ. സമയമായല്ലോ, 1/2 മണിക്കൂറായി അവളാ ജ്യൂസ് കുടിച്ചിട്ട്. എന്നിട്ട് ഒച്ചയും പാടൊന്നും കേൾക്കണില്ല. ഒന്ന് പോയി നോക്കിയാലോ? വേണ്ട, ഇനിയിപ്പൊ എന്നെ സംശയാവും. ഇവിടെ തന്നെ ഇരിക്കാം. വയറ് വേദനിക്കണേ. കരയടി, നീ അവിടെ കിടന്ന് കരഞ്ഞ് ചാവ്. ഇപ്പോഴൊന്നും ആശുപത്രി കൊണ്ടുപോയില്ല. നിന്റെ വയറ്റിലുള്ള വിത്ത് മൊത്തം ചോരയായി പോട്ടെ. നീ ഉമ്മ ഉമ്മ താത്ത അവിടെ കിടന്ന് കരയണു. ഉമ്മ ഒന്ന് വേഗം വാ ഉമ്മ. ഇവളോ? അപ്പൊ അവിടെ ആര് കരയണ? റബ്ബേ എന്റെ കുട്ടി വേദനിക്കണേ. ഉമ്മ ഉമ്മ ഓടി വാ ഉമ്മ. അയ്യോ എന്റെ കുട്ടി. ഉമ്മ എന്നെ ആശുപത്രി കൊണ്ടോ ഉമ്മ, ഞാനിപ്പോ ചാവുമ്മ. ഉമ്മ കരയണ്ട മോളെ, നീ കരയണ്ട. ഉമ്മ ആശുപത്രി കൊണ്ടുപോയി കരയണ്ട. ഒരു വയറ്. മെല്ലടിക്ക് വേണം, മെല്ലടിക്ക്. ഡീ മൂക്ക് കാണൊന്ന് പിടിക്കണേ എന്റെ കുട്ടീനെ. എന്റെ വയറേ. ഉമ്മ സുമയ്യ, എന്റെ പൊന്നു മോൾ ഉമ്മാന്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് മിണ്ടടി. നിന്റെ ഇരിപ്പ് കണ്ടിട്ട് ഉമ്മക്ക് സഹിക്കണില്ലടി മകളെ. ഉമ്മാനെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, വേണമെങ്കിൽ നീ തല്ലി കൊന്നോ, അത്രയ്ക്ക് പാപിയാ ഞാന്.
എന്റെ സ്വന്തം പേര് കുട്ടീനെ അല്ല ഞാന്. ഉണ്ണി ഡി എന്തെങ്കിലും ഒന്ന് പറയടി ഉമ്മാന്റെ അടുത്ത്. ഈ ഉരുമ്പട്ടോള് കാരണം എന്റെ മൾക്കിന്ന് ഈ അവസ്ഥ വന്നത്. ഞാൻ ആ ജ്യൂസിൽ വിഷം കലക്കണത് ഇവള് കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് അവളത് മനഃപൂർവ്വം അവിടെ വെച്ചതാ എന്റെ മകള് കുടിക്കാൻ വേണ്ടിയിട്ട്. നണക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. എന്റെ മൾക്ക് കിട്ടാത്തൊന്നും നണക്കും വേണ്ട. കാണിച്ചു തരാം ഞാൻ. നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. എന്താ എന്റെ മൾക്ക് ഈ അവസ്ഥ വന്ന് പറഞ്ഞിട്ടേ നീ അങ്ങനെ അഹങ്കരിക്കൊന്നും വേണ്ടേ. ഞാനോ അഹങ്കരിക്കേ? ഞാനെന്തിനാ അഹങ്കരിക്കണ്? അല്ല, നിങ്ങളുടെ മൾക്ക് ഈ അവസ്ഥ വരുത്തിയതാരാ? എല്ലാം പടച്ചവൻ കാണുന്നുണ്ട് ഉമ്മ. സത്യം പറഞ്ഞ സുമിയ താത്താന്റെ സ്ഥാനത്ത് ശരിക്കും ഞാനായിരിക്കേണ്ടിയിരുന്നത്. നിങ്ങൾ സ്നേഹത്തോടെ നീട്ടിയ ആ ജ്യൂസ് ഞാൻ കുടിച്ചിരുന്നെങ്കിൽ. എന്റെ ഉമ്മാന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രം ഞാൻ അതിന് രക്ഷപ്പെട്ടത്. ഞാൻ ആ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വായിൽ വെച്ച സമയത്താ എന്റെ ഉമ്മ എന്നെ വിളിച്ചത്. എനിക്ക് അപ്പൊ ആ ഫോൺ കോൾ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ എന്റെ കുട്ടി എനിക്കറിയാം ഞാനിവിടെ സേഫ് അല്ലാന്ന്. പക്ഷെ ഇത്രക്കൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പാമ്പിനെക്കാളും വിഷം നിങ്ങളുടെ ഉള്ളില്. എനിക്കാണ് ഇപ്പൊ ഇത് സംഭവിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ സന്തോഷമായിരിക്കും. നഷ്ടപ്പെടുന്നത് എനിക്കും എന്റെ ഇക്കാക്കും മാത്രം. ഇപ്പൊ നിങ്ങക്ക് ആ വിഷമം മനസ്സിലായില്ലേ? നിങ്ങളുടെ മകൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ നിങ്ങക്ക് സഹിക്കണില്ല അല്ലേ? അപ്പൊ എന്റെ വയറ്റിൽ നിങ്ങളുടെ മകന്റെ കുട്ടിയല്ലേ, അതിനെന്തെങ്കിലും സംഭവിച്ച നിങ്ങക്ക് കുഴപ്പമില്ല? നിങ്ങളുടെ മകളിനെ പോലെ തന്നെ നിങ്ങൾ നൊന്ത് പ്രസവിച്ചതല്ലേ നിങ്ങളുടെ മകനെയും. കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെ ആൺമക്കളിനെയും പെൺമക്കളിനെയും വേർതിരിച്ച് കാണുന്നത്. സ്വന്തം മകൾക്ക് എന്തും കൊടുക്കും. അവന്റെ ഭർത്താവിനെയും മക്കളിനെയൊക്കെ തലയിലേറ്റി നടക്കും. ആൺമക്കളുടെ ഭാര്യമാരെയും മക്കളിനെയും കണ്ണെടുത്താ കണ്ടൂടാ. നിങ്ങൾക്കിത് പടച്ചവൻ അറിഞ്ഞു തന്ന ശിക്ഷയാ. പക്ഷെ ഇതിന് ബലിയേടാവേണ്ടി വന്നത് പാവ സുമിയത്താത്ത. നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ കഷ്ടം. അയ്യയ്യേ നാറ്റ ചെക്കൻ. എവിടേക്കാന്നും പേരക്കുട്ടീനെ കൊണ്ട് പായണ്. ആ ചെക്കൻ അപ്പിട്ടുന്നു. ഞാൻ അതൊന്ന് കഴുകിട്ട് വരട്ടെ വേണ്ടേ. അവൾ ഉള്ളിലുണ്ട്, അങ്ങോട്ട് വെക്കോ. ഞാൻ ഒന്ന് കഴുകിട്ട് വരട്ടെ. പെണ്ണ് ഒന്ന് കടക്കടി. 90 ആയിട്ടുള്ളൂ. ഇപ്പോഴൊക്കെയല്ലേ കടക്കാൻ പറ്റുള്ളൂ. ഓ നമുക്ക് എന്ത് 90? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ താത്ത. ഇവിടെ വന്നാൽ പിന്നെ കടക്കലും ഉണ്ടാവില്ല, ഇരിക്കലും ഉണ്ടാവില്ല. എന്റെ പെണ്ണെ, അപ്പൊ നീക്ക് എന്തിനാടി 90 വന്നത്? ഒരു 7-ാം മാസമൊക്കെ ആയിട്ട് വന്നാ പോരായിരുന്നോ? എന്റെ താത്ത, എനിക്ക് വയറ്റിലായിരിക്കുമ്പോ ഇവർ എന്റെ അടുത്ത് എന്താ പറഞ്ഞതെന്നറിയോ? ഞാൻ 9-ാം മാസത്തിൽ എന്റെ വീട്ടിലേക്ക് പോയാൽ മതി, കറക്റ്റ് 3-ാം മാസത്തിലൂടെ എത്തുകയും വേണമെന്ന്. ഞാൻ അതുപോലെ ചെയ്തു. 3-ാം മാസത്തിൽ ഞാനും ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പൊ അതിന് അവർക്കൊരു പ്രശ്നം വേണ്ട. ഒരു കുട്ടിയായപ്പോ ഒരു കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി തോന്നുന്നു അല്ലേ? ഒതുങ്ങിണ്ട്. സുമയ്യ എവിടെ? ആളിവിടെ ഇല്ലേ? അതോ പോയാ? ഇല്ല, താത്ത അവിടെ ഉണ്ട്. ഇല്ലടി കരയില്ല. കുട്ടി കുറച്ച് പാല് കൊടുക്ക്, ഇനി വിശക്കുണ്ട് തോന്നുന്നു.
ചകനിക്ക് അപ്പിയിട്ടാലും മൂത്രം വെച്ചാൽ അപ്പ കുടിക്കണം. ഭയങ്കര വിശപ്പാ. അടുക്കള പണിയൊക്കെ ഒരുങ്ങിയെന്നോ? ഓ, അടുക്കള പണിയൊക്കെ രാവിലെ നേരത്തെ ഒരുങ്ങി. ഈ ചെക്കനെ ഇനി രാത്രി ഉറങ്ങുമൊന്നുമില്ലേ? 1 മണിയാവും ഒത്തിരി കണ്ണടക്കണെങ്കിൽ. എന്താണ് അതുപോലെ ഇങ്ങനെ 90 ആയില്ലേ? ഓ, അതൊക്കെ അങ്ങനെ തന്നെയെന്നു. നിങ്ങൾക്കിപ്പോ ഇത് ആദ്യമായിട്ട് ഒന്നും അറിയാത്തതേ. ചില കുട്ടികൾ 1 വയസ്സ് വരെ കരയും. എന്റെ ഷെമിന്റെ പെണ്ണ് അങ്ങനെ ആയിരുന്നില്ലേ? രാത്രി ദിവസം കരച്ചില. ഇതപ്പോ പാലൂടി നിർത്തിയപ്പോഴാണ് ആ പെണ്ണിന് ഇത്തിരി കടക്കാൻ പറ്റുന്നത്. അതേല്ലേ? ശരി എന്നാ, ഞാൻ പിന്നെ വരാം. അവൾ പാല് കൊടുക്കട്ടെ. സത്ത് എവിടെ? സത്ത് ഞാനെന്നാ ജ്യൂസ് കുടിച്ചില്ലെങ്കിൽ ഞാനിപ്പോ ഈ സമയത്ത് നിന്നെ പോലെ പ്രസവിച്ച് അടക്കിയിരിക്കൂല്ലേ? എന്റെ വിധി. എനിക്ക് അതിനുള്ള സമയമായിട്ടുണ്ടാവില്ല. അതുകൊണ്ടല്ലേ പഠിച്ചവൻ അത് എനിക്ക് തന്നിട്ടും തിരിച്ചെടുത്തത്. ഇനിയിപ്പോൾ അതിനുള്ള സമയം ആവുമെന്നും ഒരുറപ്പുമില്ല. അതിനുള്ള ചാൻസ് കുറവാന്നല്ലേ ഡോക്ടർ പറഞ്ഞ്. ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ ആയത് നിങ്ങൾക്ക് നന്നായില്ലേ? അതുകൊണ്ട് ഇപ്പോൾ ഉമ്മാക്ക് നിങ്ങളുടെ അടുത്തുള്ള ദേഷ്യമൊക്കെ മാറിയല്ലോ. ഉമ്മ നിങ്ങളെ ഒരുപാട് ദ്രോഹിച്ചു അല്ലേ? നിങ്ങൾ ഗർഭിണിയാണെന്ന് പോലും അവർ നോക്കിയില്ല. ഈ കുട്ടീനെ ഇല്ലാണ്ടാക്കാനും അവർ ഒരുപാട് നോക്കി. അവസാനം ആ പാപത്തിന്റെ ഒക്കെ പങ്ക് കിട്ടിയതോ എനിക്കും. നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രം. പോട്ടെ, ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നീ കടന്നോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാനേ ഇവനെ എന്റെ കൂടെ കുറച്ചു നേരം കടത്തട്ടെ? ഓ, ആ, എന്നാ നീ കടന്നോ. ഞാനേ ഇവൻ കരയുകയാണെങ്കിൽ കൊണ്ടുവന്നേരാം. ഇല്ലടാ ഇല്ലടാ. ഓ, പാവം. സോറ്റവിടെ? പൊഞ്ഞവിടെ? അമ്മേന്റെ പൊഞ്ഞവിടെ? പൊഞ്ഞ് ഇല്ലടി. ആരടി? പിടിച്ചി പിടിച്ചി. ഉമ്മ ഉമ്മ